വായ്ക്കരി. ഈ കഥ എഴുതിയത് ശ്രീമതി യമുന അനിൽ. പായി എന്ന് നാട്ടുകാർ വിളിക്കുന്ന ഭാഗീരഥി അമ്മയെ നന്ദനയ്ക്ക് വളരെയേറെ ഇഷ്ടമായിരുന്നു. പല്ലില്ലാത്ത മോണ കാട്ടി പൊട്ടിച്ചിരിച്ച് വേദനകളെല്ലാം ഉള്ളിലൊതുക്കി ഭാഗീരഥി അമ്മ എന്നും നന്ദനയുടെ വീട്ടിലെത്താറുണ്ട്. പൊക്കം കുറഞ്ഞ തടിച്ച് നീണ്ട ഇടതൂർന്ന മുടിയുള്ള ഭാഗീരഥി അമ്മ നിഷ്കളങ്കയായ ഒരു സ്ത്രീയായിരുന്നു. നന്ദനയ്ക്ക് അവർ പായി അമ്മച്ചിയായിരുന്നു. നാട്ടുവിശേഷങ്ങൾ അടക്കം പറച്ചിലായി നന്ദനയുടെ അമ്മയോട് ചെല്ലുമ്പോൾ ഭാഗീരഥി അമ്മയ്ക്ക് നന്ദനയുടെ ഉള്ളിൽ ഒരു മലയാള പത്രത്തിൻ്റെ പരിവേഷമാണ്. 2 ആൺമക്കളുടെ അമ്മയാണെങ്കിലും ഭർത്താവ് മരിച്ചതിൽ പിന്നെ എന്നും അവർക്ക് ദുഃഖം മാത്രമായിരുന്നു മുതൽക്കൂട്ട്. മൂത്ത മകൻ വാസു മൂക്കറ്റം കുടിച്ച് വീട്ടിലെത്തുന്ന അയാൾക്ക് അമ്മ എന്നത് ഒരു അധികപ്പറ്റായിരുന്നു. എന്നാൽ അയാളുടെ ഭാര്യ പപ്പയ്ക്ക് അമ്മായിയമ്മയോട് വളരെയേറെ സ്നേഹവും സഹതാപവും ഉണ്ടായിരുന്നു. അമ്മായിയമ്മയ്ക്ക് വേണ്ടി പപ്പ എപ്പോഴും ഭർത്താവിനോട് കലഹിക്കുകയും അയാളുടെ ദേഹോപദ്രവം സഹിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് ഭാഗീരഥി അമ്മയെ കുറച്ചൊന്നുമല്ല വിഷമിപ്പിച്ചിരുന്നത്. അതിനാൽ അവർ ഇളയ മകൻ കുട്ടപ്പനോടൊപ്പമാണ് താമസിച്ചിരുന്നത്. കുട്ടപ്പന് അമ്മയെ ജീവനായിരുന്നു, അമ്മയ്ക്ക് കുട്ടപ്പനെയും. എന്നാൽ കുട്ടപ്പൻ്റെ ഭാര്യ നിഷയ്ക്ക് അമ്മായിയമ്മയെ കണ്ണിന് നേരെ കാണുന്നത് ഇഷ്ടമല്ല. ട്രഷറി ജീവനക്കാരനായിരുന്ന ഭർത്താവിൻ്റെ മരണശേഷം കിട്ടിയിരുന്ന ചെറിയ പെൻഷൻ തുക ഭാഗീരഥി അമ്മ 2 ആൺമക്കളുടെയും വീട്ടുചെലവുകൾക്കും സ്വന്തം ആവശ്യങ്ങൾക്കുമായി ചെലവഴിച്ചിരുന്നു. ആശ്രിത നിയമനമായി വാസുവിന് അച്ഛൻ്റെ ജോലി കിട്ടിയിരുന്നുവെങ്കിലും അയാൾക്കത് മുഴുവൻ കള്ളു കുടിക്കാനേ തികഞ്ഞിരുന്നുള്ളൂ. ഭർത്താവിൻ്റെ പ്രോവിഡൻറ്റ് ഫണ്ടിൽ നിന്നും ലഭിച്ച തുക കൊണ്ട് ഭാഗീരഥി അമ്മ കുട്ടപ്പനൊരു ഓട്ടോറിക്ഷ വാങ്ങി നൽകി. അയാളുടെ ജീവിതവും കരുപിടിപ്പിച്ചിരുന്നു. PF തുക സ്വന്തം പേരിൽ ബാങ്കിൽ നിക്ഷേപിക്കാൻ എല്ലാവരും ഭാഗീരഥി അമ്മയെ നിർബന്ധിച്ചെങ്കിലും അവർ അന്നത് ചെവിക്കൊണ്ടില്ല. മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച നല്ലൊരു അമ്മ ആയിരുന്നു അവർ. പക്ഷേ എന്നും ഓട്ടോ ഡ്രൈവറായ മകൻ പോയി കഴിയുമ്പോൾ മരുമകൻ അമ്മായിയമ്മ പോലും നാട്ടുകാർക്ക് ഒരു ഉത്സവ കാഴ്ചയാണ്. സഖി കെടുമ്പോൾ ഭാഗീരഥി അമ്മ വീട് വിട്ടിറങ്ങി നന്ദനയുടെ വീട്ടിലെത്തും. നന്ദനയ്ക്ക് അവരെ വളരെയേറെ ഇഷ്ടവുമായിരുന്നു. അമ്മ ബന്ധുവീടുകളിൽ പോകുന്ന ദിവസങ്ങളിൽ അവർ അവൾക്കൊരു ആശ്വാസമായിരുന്നു. കൊച്ചു വർത്തമാനം പറഞ്ഞു കൂട്ടിരിക്കുന്ന ഭാഗീരഥി അമ്മ അവൾക്ക് വീട്ടുജോലികൾ സഹായി കൂടിയായിരുന്നു. മിക്കവാറും ദിവസങ്ങളിൽ ഭാഗീരഥി അമ്മ നന്ദനോട് പറയും, പെണ്ണേ നിനക്ക് കേൾക്കണോ, എൻ്റെ അമ്മ എന്നെ പെറ്റത് 40ാമത്തെ വയസ്സിലാണ്. അമ്മ ഇനി പെറൂല എന്ന് എല്ലാവരും പറഞ്ഞതാണ്. എന്നാലുണ്ടല്ലോ പെണ്ണേ, എൻ്റെ അമ്മയുടെ അമ്മയുണ്ടല്ലോ, അവർ പറഞ്ഞൊന്ന് എടി നീലി നീ ഒന്നുകൂടി പെറും. പിന്നെ ഇനി ഞാൻ പെറ്റാലേ എൻ്റെ ഉള്ളം കയ്യിലടുപ്പ് കൂട്ടി പൊങ്കാലിട്ട് ആദിത്യ ഭഗവാൻ നേദിക്കും എന്ന് പറഞ്ഞ നീലിക്ക് ഉണ്ടായത് പെണ്ണേ ഞാൻ. 15കാരിയായ നന്ദനയ്ക്ക് ആ വർത്തമാനം വളരെയേറെ ഇഷ്ടമായിരുന്നു. എത്ര കേട്ടാലും എന്നും കേട്ടാലും അവൾക്ക് അവരോട് നീരസമോ മടുപ്പോ തോന്നിയിരുന്നില്ല. എന്നിട്ട് അമ്മച്ചി പൊങ്കാല ഇട്ടോ? നീലിയമ്മ. അവൾ എല്ലാ പ്രാവശ്യവും കൗതുകത്തോടെ ചോദിക്കും. എവിടെ നിന്ന് പെണ്ണെ അതൊക്കെ നടക്കുമോ? അഹങ്കാരത്തിന് കിട്ടിയതല്ലേ, ആദിത്യ ഭഗവാൻ്റെ അടുത്ത് ആ കളി. അമ്മച്ചി അതൊരു അനുഗ്രഹമാണ്. ഓ ഗ്രഹോ, അതെന്തര്? അതോ എനിക്ക് പഠിക്കാനുള്ളതാ. ഓ എനിക്ക് പഠിത്തവും പത്രാസും ഒന്നുമില്ല. ദാണ്ടെ പഠിത്തമുള്ള ഒരുത്തിയ കുട്ടപ്പം കെട്ടിക്കൊണ്ട് വന്നിട്ട് എന്തരായി? വന്ന് കയറിയപ്പം തൊട്ട് അവൾക്ക് എന്നെ കണ്ണിന് നേരെ കണ്ടുകൂടാ. ഞാൻ എല്ലാം വാങ്ങിച്ചു വാരിക്കൊണ്ട് കൊടുക്കും, ഒരക്ഷരം പറയില്ല. ഇനി ഞാൻ എന്തൊരു വേണം? എനിക്കറിഞ്ഞൂടെ ഇവൾ 2 അരി വാരി ഞാൻ ചാവുമ്പോൾ എൻ്റെ വായിലിടുമെന്ന് തോന്നണില്ല. അതൊന്ന് അരിയിടൽ? വായ്ക്കരിയിടണത് പെണ്ണേ, നിനക്കറിഞ്ഞൂടെ ഇതൊന്നും? ഇല്ല, നന്ദനം ഒഴിഞ്ഞു. വാക്കരിയിടണതേ പെണ്ണേ, നിനക്കറിഞ്ഞൂടെ ഇതൊന്നും? ഇല്ല, നന്ദനം ഒഴിഞ്ഞു. മനുഷ്യർ ചാവുമ്പോൾ അതാണായാലും പെണ്ണായാലും അരിയും തേങ്ങയും ചേർത്ത് മരിച്ച ആളിൻ്റെ വായിലിട്ട് വെള്ളവും ഒഴിക്കും. അതൊരു മരണച്ചടങ്ങാണ്. ഇന്നിപ്പോൾ അതൊന്നുമില്ല. കുറച്ച് തുളസിയില പറിച്ച് വായിലിട്ട് വെള്ളം ഒഴിക്കും. എല്ലാ എളുപ്പ വഴികളല്ലേ നോക്കണത്. ഇപ്പം അതുമില്ല. മുറ്റത്തുനിന്ന് കുറച്ച് തുമ്പ പറിച്ച് അരിഞ്ഞ് വായിലിട്ട് വെള്ളം ഒഴിക്കും. അത് ചെയ്താൽ മതി എന്നല്ലേ NSSകാർ പറയണത്. അവിടെയും ലാഭം പിടിപ്പ് തന്നെ. പട്ടും കച്ചയും എല്ലാം ഇപ്പോൾ ഒരെണ്ണേ ഇടൂ. പണ്ടൊക്കെ പെണ്ണേ എത്ര എണ്ണം ആ ചാലയിലെ കോത്താരിയിൽ നിന്ന് തിരുവനന്തപുരത്തെ പഴയ പ്രമുഖ തുണിക്കടയാണേ വാങ്ങിച്ചുകൊണ്ട് ആളുകളോട് ഇടുമായിരുന്നു. മരുമക്കളും ബന്ധുക്കളും, അതൊക്കെ ഒരു കാലം. ഓ, നന്ദന മൂളി. ഭാഗീരഥി അമ്മ തുടർന്നു, ഞാൻ ഒരു കാര്യം പറയട്ടാ. നന്ദന വീണ്ടും മൂളിക്കേട്ടു. ഞാൻ ചാവുമ്പോൾ നീ എവിടെയായാലും വരണം. 2 അരിവാരി എൻ്റെ വായിലിടുകയും വേണം. എനിക്കൊരു പെണ്ണടിയില്ല, അതുകൊണ്ട് നീ വേണം അത് ചെയ്യാൻ. നീ വരുമോ?
പിന്നെന്താ, തീർച്ചയായും വരും, നന്ദന മറുപടി പറഞ്ഞു. അതിന് നീ കെട്ടിപ്പോവില്ലേ? പിന്നെ നിൻ്റെ ആൺ പിറന്നവൻ പറഞ്ഞാലല്ലേ വരാൻ പറ്റൂ? അതൊക്കെ ഞാൻ അറിഞ്ഞാൽ വരും. നിൻ്റെ തള്ള പറയുമോ പെണ്ണേ നിൻ്റെ അടുത്ത്? ഓ, ഞാൻ പറയാം, അവൾ വരും. അപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നോക്കണം കേട്ടോ. ഇത് കേട്ടുകൊണ്ട് വന്ന് നന്ദനയുടെ അമ്മ മറുപടി പറഞ്ഞു. ഭാഗീരഥമ്മയുടെ വേദന നിറഞ്ഞ മനസ്സിലെ കുളിർമഴയായിരുന്നു ആ ഉത്തരം. നന്ദനയുടെ തലയിൽ മെല്ലെ തടവി എഴുന്നേറ്റ് തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ അവർ ഉറച്ചു വിശ്വസിച്ചു, നന്ദന എൻ്റെ മരണത്തിന് എവിടെയായിരുന്നാലും എന്നെ കാണാൻ വരുമെന്ന്. വർഷങ്ങൾ പലത് കഴിഞ്ഞു. നന്ദന വിവാഹിതരായി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി. വല്ലപ്പോഴും സ്വന്തം വീട്ടിൽ വരുമ്പോൾ അവൾ പായി അമ്മച്ചി അന്വേഷിക്കും. ഇന്നലെ വന്നിരുന്നു, അമ്മയുടെ മറുപടി. സ്വന്തം വീട്ടിലേക്ക് വല്ലപ്പോഴും വിരുന്നുകാരിയെപ്പോലെ എത്തുന്ന നന്ദനയോട് അതുകൊണ്ട് തന്നെ ഭാഗീരഥമ്മയുടെ മരണവും ആരും അറിയിച്ചില്ല. അവരുടെ മരണം നന്ദന അറിയുന്നത് മാസങ്ങൾക്ക് ശേഷമായിരുന്നു. അവരുടെ പ്രിയപ്പെട്ട പായി അമ്മച്ചിക്ക് വായ്ക്കരിയിടാനും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കുവാനും അതിനാൽ അവർക്ക് കഴിഞ്ഞില്ല. മരണത്തിന് ശേഷവും ആഗ്രഹ സാഫല്യത്തിനായി ഒരു കാത്തിരിപ്പ് അവർ നടത്തിയിട്ടുണ്ടാകുമോ? അതൊരു ചോദ്യചിഹ്നമായി അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. വായ്ക്കരി എന്ന ചടങ്ങ് അവളുടെ മനസ്സിൽ ഒരു വേദനയായി നിലകൊള്ളുമ്പോഴും അവൾ അതിശയത്തോടെ ഓർക്കുന്ന ഒന്നുണ്ടായിരുന്നു. ഭാഗീരഥമ്മ മരിച്ചു ഒരാഴ്ചക്കകം തന്നെ അവർ വളരെയേറെ സ്നേഹിച്ചിരുന്ന അവരുടെ ഇളയ മകനും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു അത്രേ. അമ്മായിയമ്മയെ വെറുത്തിട്ട് ഭർത്താവിനെ മാത്രം സ്നേഹിച്ച നിഷയ്ക്ക് ആദിത്യ ഭഗവാൻ നൽകിയ ശിക്ഷയായിരിക്കുമോ ഈ നിഷയുടെ ഭർത്താവിൻ്റെ മരണം? നന്ദന വേദനയോടെ ഓർത്തു. എത്ര സ്നേഹമായിരുന്നു പായി അമ്മച്ചിക്ക്. നന്ദന പിന്നെയും ചിന്തകളുടെ മാറാപ്പ് ചൂടി. ഈ കഥ എഴുതിയത് ശ്രീമതി യമുന അനിൽ. വായ്ക്കരി ഇവിടെ അവസാനിക്കുന്നു.